ഷൈൻസ് യാൺ ആർട്ട്. ആമിഗുരുമി റാബിറ്റ് ആണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഹെഡ് ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഫേസ് എങ്ങനെ ഷേപ്പിംഗ് ചെയ്യുന്നതെന്നാണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റാബിറ്റ്, ആമിഗുരുമി റാബിറ്റിന് എങ്ങനെയാണ് ഇയേഴ്സ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. 2 ഇയർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ ഇയറിലും നമുക്ക് താഴെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോഴേ ഇങ്ങനെ ഈ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെഡിൽ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാണിനെ കോർത്തിട്ട് നമുക്ക് അതുപോലെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തിട്ട് ആമിഗുരുമിയിലോട്ട് അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ഈ തുമ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇയറിൻ്റെ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ടോ. ഇനി നമുക്ക് ഈ ഇയറിനെ ഹെഡിലോട്ട് അറ്റാച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്താണ് അറ്റാച്ച് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതുപോലത്തെ പിൻസ് കൊണ്ട് അറ്റാച്ച് ചെയ്ത് വെക്കാം. പിൻസ് കുത്തി വെച്ചിട്ട് ചെയ്താൽ മതിയേ. നമുക്കിവിടെ നിന്ന് ബാക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയാവും കേട്ടോ.
സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചുറ്റും നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കുറേ തവണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ ഊരിപ്പോരില്ല കേട്ടോ. നല്ലതുപോലെ ടൈറ്റ് ആയിക്കോളും. ഇവിടെയും ഇത് ഇളകി പോരത്തുമില്ല. ഇരിക്കട്ടെ, നെക്സ്റ്റ് ഇയറും കൂടി ചെയ്തിട്ട് നമുക്ക് രണ്ടും കൂടി ചേർത്ത് വെച്ച് നോട്ടൊക്കെ ഇട്ട് കട്ട് ചെയ്തെടുക്കാം ഈ യാണിന്, ടെയിൽ യാണിന്. നമുക്കിതേപോലെ തന്നെ നെക്സ്റ്റ് ഇയറും സ്റ്റിച്ച് ചെയ്യണം. ഈ ഇയർ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ വേണം ഈ സൈഡിലും അറ്റാച്ച് ചെയ്യാനായിട്ട്. ആദ്യം ഫോൾഡ് ചെയ്യണം. താഴെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കണം. കറക്റ്റ് ലൈനിൽ വേണം വയ്ക്കാനായിട്ട്. ഫേസിൽ ഇവിടെ ഇങ്ങനെ വേണം വരാൻ. ആമിഗുരുമിയുടെ പാർട്സ് അസംബ്ലിങ് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് വേണം അസംബ്ലിങ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോരോ പാർട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഫാസ്റ്റായിട്ടും ചെയ്യാൻ പാടില്ല. സൂക്ഷിച്ച് പതുക്കെ പതുക്കെ വേണം ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ലുക്കിൽ കിട്ടില്ല. അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് വേണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച് പതുക്കെ വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആമിഗുരുമി ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അതായത് ആമിഗുരുമിയുടെ ഓരോരോ പാർട്സും ചെയ്യാനായിട്ട്, അത് ബോഡി പാർട്സും ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ എല്ലാ പാർട്സും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അസംബ്ലിങ് ചെയ്യുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടാസ്ക്. ആ അസംബ്ലിങ്ങിലും സ്റ്റഫിങ്ങിലുമാണ് നമുക്ക് ഈ ആമിഗുരുമി നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നത്. അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അസംബ്ലിങ് ടൈമാണ്. ഓരോരോ പാർട്ടും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിയിട്ട് ഒരു ഫിനിഷിംഗ് ആയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ വളരെ സൂക്ഷിച്ച് പതുക്കെ പതുക്കെ വേണം പാർട്സ് നമ്മൾ അസംബ്ലിങ് ചെയ്തെടുക്കേണ്ടത്.
ആമഗുരുമിയിൽ ഇയർ അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൃഷി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ ചെയ്തിട്ടിരിക്കുന്നത് പീറ്റർ റാബിറ്റ് ആണ്. ഈ പീറ്റർ റാബിറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ കൂടെ അറിയിക്കാവുന്നതാണ്. ഒരുപാട് കമൻസും ലൈക്സും കിട്ടുവാണെങ്കിൽ ഷുവറായിട്ട് ഞാൻ പീറ്റർ റാബിറ്റിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.